ചിരപരിചിതമായൊരു ചോദ്യം ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾക്ക് ഹൃദയമുണ്ടോ? നിങ്ങൾ എന്നോടും ചോദിച്ചു വയ്ക്കുക, നിങ്ങൾക്ക് ഹൃദയമുണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം എങ്ങനെയായിരിക്കും നമ്മൾ പറയുക? പാതുവയിലെ വിശുദ്ധ അന്തോണീസ്, അദ്ദേഹം അതിധനവാനായ ഒരു മനുഷ്യൻ്റെ ശവസംസ്കാര വിലാപയാത്രയിൽ പങ്കെടുക്കുകയാണ്. വിലാപയാത്രയാണെങ്കിലും അതീവ ധനികനായ വ്യക്തി ആയതുകൊണ്ട് ആർഭാടത്തിൻ്റെ യാത്രയായി ആ യാത്ര മാറി. ഇടയ്ക്ക് സെയിൻറ്റ് ആൻ്റണിക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യ. അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ ഇത്രയ്ക്ക് ദൂർത്തൊന്നും ആവശ്യമില്ല ഈ വിലാപയാത്രയ്ക്ക്. നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ഈ ശവത്തിന് ഹൃദയം പോലുമില്ല. ആളുകൾ പെട്ടെന്ന് രോഷാകുലരായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യമാണ്, നിങ്ങൾ ഇത്രയ്ക്ക് ആർഭാടത്തോട് ചുമന്നുകൊണ്ട് പോകുന്ന ഈ മൃതദേഹത്തിന് ഹൃദയമില്ല. നിങ്ങൾ വേണമെങ്കിൽ ആ ശരീരം കീറി മുറിച്ച് നോക്കിക്കൊള്ളുക. പെട്ടെന്ന് തന്നെ ഫാമിലി ഡോക്ടർ എത്തി ശരീരം കീറി മുറിച്ച് നോക്കി. അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും. ഹൃദയമില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഈ മനുഷ്യൻ അയാളുടെ നിക്ഷേപം എവിടെ കരുതി വെച്ചോ അവിടെ തന്നെയാണ് ഹൃദയം കരുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ ചെന്ന് നോക്കുക, അയാളുടെ പണപ്പെട്ടിയിൽ ഇയാളുടെ ഹൃദയം ഉണ്ടാവും. ആളുകൾ ഓടിച്ചെന്ന് പണപ്പെട്ടി തുറന്നപ്പോൾ പണത്തോടൊപ്പം അയാളുടെ ഹൃദയവും ഉണ്ട്. ബൈബിൾ വാക്യം വ്യാഖ്യാനിച്ചുകൊണ്ട് സെയിൻറ്റ് ആൻ്റണി പറഞ്ഞു, എവിടെയാണോ ഹൃദയം അടങ്ങിയിരിക്കുന്നത് അവിടെ നിക്ഷേപങ്ങളുണ്ടാവും. ആ നിക്ഷേപങ്ങളെ തേടിയാണ് ഹൃദയം അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീണ്ടും ആ ചോദ്യം ചോദിക്കുകയാണ്, എവിടെയാണ് നിങ്ങളുടെ ഹൃദയം? ഹൃദയം ഇരിക്കേണ്ടിടത്ത് തന്നെ ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുഞ്ഞ് കിച്ചണിലിരുന്ന് മമ്മിയോടൊപ്പം ചിക്കൻ ക്ലീൻ ചെയ്യുകയാണ്. ഹാർട്ട് കാണിച്ചിട്ട് കുട്ടി അമ്മയോട് ചോദിച്ചു, മമ്മി ഇതാണോ ചിക്കൻ്റെ ഹാർട്ട്? മമ്മി പറഞ്ഞു, അതാണ് ചിക്കൻ്റെ ഹൃദയം. കുഞ്ഞു അത് ഉടൻ തന്നെ കയ്യിലെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് എനിക്ക് വേണം. എന്തിനാ മോളെ? പപ്പക്ക് കൊടുക്കണം. കാരണം മമ്മി എപ്പോഴും പറയാറുണ്ട്, എനിക്കും തോന്നിയിട്ടുണ്ട്, നമ്മുടെ പപ്പയ്ക്ക് ഹൃദയമില്ലെന്ന്. ഹൃദയമില്ലെങ്കിൽ ഈ ചിക്കൻ്റെ ഹാർട്ടെങ്കിലും കൊണ്ടുപോയി ഫിറ്റ് ചെയ്യട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോടൊപ്പം താമസിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ഹൃദയശൂന്യമായ പെരുമാറ്റം സഹിക്കെട്ടിട്ട് ഈ മനുഷ്യനൊരു ചിക്കൻ ഹാർട്ടെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചോദിക്കേണ്ട ഗതികേടുണ്ടാകുന്നുണ്ടോ? ഉത്തരം നിങ്ങൾ കണ്ടെത്തിയാൽ മതി. വലിയ പ്രശസ്ത കാർഡിയോളജിസ്റ്റ്, ഒരുപാട് പേരുടെ ഹൃദയത്തിൻ്റെ താളം ശരിയാക്കി കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ ഹൃദയശൂന്യമായ പെരുമാറ്റം മാത്രമേ കുടുംബത്തിൽ കൂടെ താമസിക്കുന്നവർ അനുഭവിച്ചിട്ടുള്ളൂ. ഒരു ദിവസം മകൻ അമ്മയോട് പറയണം, അമ്മ ഈ മനുഷ്യൻ നമ്മുടെ പപ്പ വലിയ കാർഡിയോളജിസ്റ്റാണ്, എത്രയെത്ര ഹൃദയങ്ങളാണ് ശരിയാക്കിയിട്ടുള്ളത്. പക്ഷെ അകത്ത് ഈ വീട്ടിൽ ഹൃദയമില്ലാതെ എങ്ങനെ ജീവിക്കാമെന്നാണ് ഓരോ ദിവസവും ഈ മനുഷ്യൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻ ആർട്ട് ഓഫ് ലിവിങ് വിത്തൗട്ട് ഹാർട്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈയിടെയായിട്ട് ഈ ഒരു ആർട്ടിലാണോ നിങ്ങൾ പ്രാവീണ്യം നേടിക്കൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് ഹൃദയമില്ലാതെ ഹൃദയശൂന്യരായിട്ട് ജീവിക്കുക? അങ്ങനെ ആർട്ട് അറിയാതെ ശീലിച്ച് തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഹൃദയമുണ്ടെങ്കിൽ ഗ്രീക്ക് ചിന്തകർ പറയും 3 കാര്യങ്ങളെങ്കിലും സംഭവിക്കും. ഒന്ന്, ഹാർട്ട് കെയേഴ്സ്. ഹൃദയം കരുതലുള്ളതാണ്. ഈ ഹീബ്രു കഥയുണ്ടല്ലോ, ദൈവം പുരുഷൻ്റെ ശരീരത്തിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിക്കുവാൻ ആഗ്രഹിച്ചു. ആദ്യം കരുതി കാലിലെ ഒരു അസ്ഥിയെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കാം. പക്ഷേ ദൈവത്തിന് മറുചിന്തയുണ്ടായി. അങ്ങനെ ചെയ്താൽ സ്ത്രീയെ പുരുഷൻ ചവിട്ടി മരിക്കും. അത് വേണ്ട. എങ്കിൽ തലയിൽ നിന്നും ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത് സ്ത്രീയെ സൃഷ്ടിക്കാം. വേണ്ട, സ്ത്രീ തലയിൽ കയറി ഭരിക്കും. പിന്നെന്ത് ചെയ്യും? ശരീരത്തിൻ്റെ മുന്നിലുള്ളതാണോ പിന്നിലുള്ളതാണോ എന്ന് തിരിച്ചറിയാനാവാത്ത വിധത്തിൽ ശരീരത്തെ പൊതിഞ്ഞു നിൽക്കുന്ന വാരിയലുകളിൽ ഒന്നെടുത്ത് സ്ത്രീക്ക് രൂപം നൽകി. വാരിയല് ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. അത് നമ്മൾ ഓർത്തെടുക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നയാളാണ് സ്നേഹമുള്ളയാൾ. അപ്പോൾ ഹൃദയമുള്ളവരൊക്കെ ചുറ്റുമുള്ളവരുടെ ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നവരാണ്. നമ്മൾ അത്തരത്തിൽ കരുതലുള്ള മനുഷ്യരാണ്. രണ്ടാമതായിട്ട്, ഹൃദയം ഓർമ്മപ്പെടുത്തുന്നു. അറബി സാഹിത്യത്തിലേക്ക് വരിക. അറബി സാഹിത്യത്തിൽ മനുഷ്യനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഇൻസാൻ എന്ന പദമാണ്. ആ പദം എവിടെ നിന്ന് ഉടലെടുക്കുന്നു? നിസ്യ
എന്ന മറ്റൊരു പദത്തിൽ നിന്നാണ്. അനിസിയ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? മറവി എന്നാണ്. വളരെ കൗതുകരമായ ഒരു കൂടിച്ചേരലാണിത്. അതായത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മറക്കുന്നയാളാണ്. മറക്കൽ കുറേയൊക്കെ നല്ലതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ ചിരിക്കാൻ പറ്റുന്നത്. വേദനകൾ മറക്കാൻ നിങ്ങൾ പഠിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നത്. മറവി എപ്പോഴും മോശക്കാരിയൊന്നുമല്ല. പക്ഷേ വേണ്ടതും വേണ്ടവരെയും മറന്നു കളഞ്ഞാലോ? പ്രിയപ്പെട്ടവരുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളും മറന്നു കളഞ്ഞാലോ? സ്നേഹിക്കാൻ മറന്നാലോ? ചിരിക്കാൻ മറന്നാലോ? കരുണ കാട്ടാൻ മറന്നാലോ? മറ്റുള്ളവരെ ഒന്ന് ആത്മാർത്ഥതയോടുകൂടി ഹൃദയപൂർവ്വം ഒന്ന് ഉമ്മ വെക്കാനും അവരെ ഒന്ന് കെട്ടിപ്പുണരാനും മറന്നാലോ? അങ്ങനെയുള്ള മറവി നമുക്കുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ വെഡ്ഡിങ് റിങ്ങൊക്കെ എല്ലാവരും ധരിക്കാറുണ്ടല്ലോ. വെഡ്ഡിങ് റിങ് ഒരു ഗ്രീക്ക് റോമൻ പാരമ്പര്യമാണ്. ഗ്രീക്കുകാരും റോമക്കാരും പറയും വെഡ്ഡിങ് റിങ്ങിൽ നിന്നും ഹൃദയത്തോളം നീളുന്ന വേനെ അമോറസ് എന്നൊരു നാഡിയുണ്ട്. ഈ നാഡി വെഡ്ഡിങ് റിങ്ങിലൂടെ ഹൃദയത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. മറുപാതിയെ മറന്ന് മറുകണ്ഠം ചാടരുത്. ഈ ഓർമ്മപ്പെടുത്തലൊക്കെ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ടോ? ഇറ്റാലിയൻ സിനിമയിൽ ഭാര്യയെ മറന്ന് പുറത്തുപോയി മറ്റൊരാളുമായി വീഴ്ച നടത്തി തിരിച്ചു വരുന്ന ഭർത്താവ്, ഭാര്യ ഇപ്പോഴും അയാളുടെ പേര് ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ആ ഇരുട്ടത്തും ആ വിവാഹമോതിരം തിളങ്ങുന്നുണ്ട്. ഇയാളും മുട്ടുമടക്കി ആ വിവാഹമോതിരം മൊത്തിക്കൊണ്ട് പറയുന്നത് എന്താണ്? ഇത് ഇത്രക്കേറെ തിളങ്ങിയിട്ടും അകത്തെന്താ ഒരു വെട്ടമില്ലാത്തത്? ഇരുട്ടെന്താ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇരുട്ടത്തേക്ക് എന്താ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? ഓർമ്മകൾ ഉണ്ടാവണം. ഓർമ്മകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് ഹൃദയം ദൈവം സ്ഥാപിച്ചത് എന്ന് അറബികൾ പഴമൊഴിയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഓർമ്മകളുണ്ടോ? ഓർമ്മകളില്ലെങ്കിൽ ഹൃദയമില്ല എന്ന് തന്നെയാണ് അർത്ഥം. മൂന്നാമതായിട്ട്, ഹൃദയം നിങ്ങളെ ഉയർത്തുന്നു. അതായത് ഭാരം തൂങ്ങി കനം തൂങ്ങി നിൽക്കുന്ന ജീവിതത്തെ ഹൃദയം ഉയർത്തിക്കൊണ്ട് പോവുകയാണ്. ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ദ ഡെഡ്, ആ പുസ്തകത്തിൻ്റെ ചില ചിന്തകൾ രസകരമാണ്. ഒരാൾ മരിച്ച് സ്വർഗ്ഗകവാടത്തിലെത്തുമ്പോൾ ഒരു തുലാസിൽ നീതിദേവത നിങ്ങളുടെ ഹൃദയം എടുത്തിടുന്നു. അപ്പുറത്ത് ഒരു തൂവൽ, വെറും ഒരു തൂവൽ. ഈ തൂവലിനേക്കാൾ കനം കുറഞ്ഞാണ് ഹൃദയം ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനമുണ്ട്. കനം തൂങ്ങിയ ഹൃദയമാണെങ്കിൽ നിങ്ങൾ ഇനി നരകത്തിലേക്ക് പോകേണ്ടി വരും. എങ്ങനെയാണ് ഹൃദയത്തിന് ഭാരം വന്നു ചേരുക? ഈജിപ്ഷ്യൻ ചിന്തകർ പറഞ്ഞു തരും, ഹൃദയത്തിന് ഭാരം വർദ്ധിക്കുന്നത് ഞാനെന്ന ഭാവത്തിൻ്റെ ഭാരമുള്ളതുകൊണ്ടാണ്. ഗ്രീക്കുകാർ ഇങ്ങനെ തന്നെയാണ് ചിന്തിക്കുക. ഗ്രീക്കുകാർ പറയും, ഒരാൾ മരിച്ച് മറുലോകത്തിലേക്ക് കടക്കുമ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്ര ഒരു മുടിനാരിഴയിലൂടെയുള്ള യാത്രയാണ്. ഇയാളുടെ ഹൃദയത്തിന് ഞാനെന്ന ഭാവത്തിൻ്റെ ഭാരമുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് താഴേക്ക് വീഴും. പിന്നെ ലിത്തെ എന്ന പേരിലുള്ള വിസ്മൃതിയുടെ പുഴയിൽ അയാൾ ഇല്ലാതായി പോകും. അപ്പോൾ ഭാരം കുറഞ്ഞൊരാൾക്ക് മറുലോകത്തിൽ പ്രവേശിക്കാനാവും. ഇത് കേൾക്കുന്ന നിങ്ങൾ, പറയുന്ന ഞാൻ, നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം. അകത്ത് ഞാനെന്ന ഭാവത്തിൻ്റെ കനത്ത ആ ഒരു ആഘാതം എന്നെ താഴേക്ക് 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 കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രാജകുമാരന് മാലാഖമാരോട് അസൂയ തോന്നി. കാരണം ഇയാൾക്ക് പൊന്നുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ മാലാഖമാരെ പോലെ പറക്കാൻ പറ്റുന്നില്ല, ചിറകില്ല. മാലാഖമാരോട് ഈ ചിറകൊന്ന് കടം തരുമോ എന്ന് ചോദിച്ചു. മാലാഖമാർ പറഞ്ഞു, എടുത്തോ. വളരെ കൂളായ മറുപടിയാണ്. ഇയാൾ ചിറക് ചേർത്ത് വെച്ചു പറക്കാൻ ശ്രമിച്ചു, പറ്റുന്നില്ല. അയാൾ കുതിച്ചു, പിന്നെ കിതപ്പാണ്, പിന്നെ താഴേക്ക് വീഴുകയാണ്. അപ്പോൾ മാലാഖ പറഞ്ഞു കൊടുത്തു, മാലാഖമാർക്ക് പറക്കാൻ കഴിയുന്നത് ചിറകുകളുള്ളത് കൊണ്ടല്ല, ഹൃദയത്തിൽ ഞാനെന്ന ഭാവത്തിൻ്റെ ഭാരമില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് ഞാനെന്ന ഭാവത്തിൻ്റെ ഭാരമില്ലാതെ വരുമ്പോൾ താനെ ഹൃദയത്തിന് ചിറക് വരും, നിനക്ക് പിന്നെ പറന്നു കയറാൻ പറ്റും. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ പറന്നു കയറാൻ നമുക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ്? അകത്ത് വല്ലാത്ത അഹങ്കാരത്തിൻ്റെ ഭാരമാണ്. ആ ഭാരം ഒന്ന് കുറയ്ക്കുക, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ചിറക് മുളക്കുന്ന ഒരു ദിവസം വരും. യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും ഹെഡ്ലെസ് മൂവ്മെൻറ്റ് എന്നൊരു മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. ആ മൂവ്മെൻറ്റ് പ്രത്യേകത എന്താണ്? തല വെട്ടിക്കളയുക എന്നല്ല അതിൻ്റെ മുദ്രാവാക്യം. മറിച്ച് എപ്പോഴും ഇങ്ങനെ തല കൊണ്ട് മാത്രം വിധിച്ച് കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ജീവിക്കുന്നതിന് പകരം ഹൃദയത്തിൻ്റെ ഭാഷ ഒന്ന് കേൾക്കുക, ഹൃദയം കൊണ്ട് കാണുക, ഹൃദയത്തിൻ്റെ ജീനിയസോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. സുവിശേഷത്തിൽ സെയിൻറ്റ് ജോണിനെ നമ്മളെങ്ങനെയാണ് തിരുവത്താഴ ശുശ്രൂഷ രംഗത്ത് കാണുക? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സെൽഫിഷായ അപ്പോസ്തലന്മാർ യോഹന്നാനും സഹോദരൻ യാക്കോബുമാണ്. രണ്ടുപേരും കർത്താവിൻ്റെ വലതും ഇടതൊക്കെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. എന്നിട്ട് അവസാനം എന്താ സംഭവിക്കുക? യോഹന്നാൻ അദ്ദേഹത്തിൻ്റെ ശിരസ് കർത്താവിൻ്റെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന രംഗം. അതിന് അർത്ഥം എന്താണ്? പ്രതീകമാണത്.
ഹി സറണ്ടേഡ് ഹിസ് ഹെഡ് ടു ദ ഹാർട്ട് ഓഫ് ഹിസ് മാസ്റ്റർ. ഹെഡ് ഹാർട്ടിന് അടിയറ വയ്ക്കുകയാണ്. ഈ ഒരു മാറ്റമാണ് നമ്മളിൽ സംഭവിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ഹെഡ്ലെസ് മൂവ്മെൻറ്റ് ആവശ്യമുണ്ട്. ബുദ്ധിയൊന്നും വേണ്ട, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ബുദ്ധിയുടെ അതിപ്രായോഗിക വഴികളിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ഇടയ്ക്കെങ്കിലും ഹൃദയം പറയുന്നത് ഒന്ന് കേൾക്കുക, ഹൃദയം കാട്ടിത്തരുന്ന കാഴ്ചകൾ കാണുക, ഹൃദയത്തിൻ്റെ വഴിയിലൂടെ നടക്കുക. ഞാൻ ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്കിപ്പോൾ ഹൃദയം ഉണ്ടോ? നല്ല യാത്ര നേരുന്നു.